ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിൽ. പത്തനംതിട്ട ജില്ലാ കോടതി റിമാൻഡ് ചെയ്ത വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി. വാസു ഗൂഢാലോചന നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. വാസുവിന്റെ അറസ്റ്റോടെ സ്വർണ്ണക്കൊള്ളയിലെ സിപിഎമ്മിന്റെ പങ്ക് വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ആദ്യത്തെ അറസ്റ്റാണ് എൻ വാസുവിന്റേത്. ശബരിമലയിൽ നിന്ന് കട്ടളപ്പാളിയിൽ കൊണ്ടുപോകുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി. സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ അറിവോടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി. തട്ടിപ്പിന്റെ ഭാഗമായാണ് ബാക്കി വന്ന സ്വർണം സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിനായി നൽകട്ടെ എന്ന് ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചപ്പോൾ അത് ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടിക്കായി വാസു നൽകിയത്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നീട് വാസുവിന്റെ PS-ഉമായ സുധീഷിന്റെ മൊഴിയും നിർണായകമായി. അങ്ങനെയാണ് എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നതും. CPM നേതൃത്വവുമായും സർക്കാരിലെ ഉന്നതരുമായും അടുത്ത ബന്ധമുള്ള ആളാണ് വാസുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ഇപ്പോഴത്തെ മന്ത്രി VN വാസവനെയും കേസിൽ പ്രതിയേർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ആരെയും സംരക്ഷിക്കില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. ആരൊക്കെയാണോ കുറ്റക്കാര്, ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റോ പാർട്ടിയോ എടുക്കുന്നതല്ല. വാസുവിന്റെ അറസ്റ്റോടെ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കൃത്യമായ തെളിവ് ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് SITയുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.